ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിൻസിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് അനുമോളെ പറ്റി കുറ്റം പറയുന്നതല്ലാതെ വേറെ ഒരു പണിയില്ല. ഇപ്പോൾ ഒരുപാട് പേരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അനുമോളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കുറച്ച് സപ്പോർട്ട് ഉണ്ടാക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് ബിൻസി. അതോടെ തന്നെ ഷാനവാസും ഇതേ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അനുമോൾ PR കൊണ്ട് മാത്രമാണ് ജയിച്ചത്. നമ്മൾ PR ഒന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് സത്യസന്ധമായി കളിച്ചിട്ട് അവിടെ നിന്ന് അത്രേ പറ്റത്തുള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ താനും ജയിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് വലിയൊരു ഗെയിം കളിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇവരും ഉണ്ടെങ്കിൽ അനുമോൾ ചെയ്തേക്കുന്ന ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PR കൊണ്ട് മാത്രമേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും ആയില്ല. തീർച്ചയായിട്ടും ആൾക്കാരുടെ സപ്പോർട്ടും വേണം, അല്ലാതെ ഒന്നും ജയിക്കാൻ പറ്റത്തുമില്ല. ഇതേപോലെ കുറച്ച് പേര് ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് അനുമോളുടെ PR വെച്ചാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരുടെ പണി നോക്കി പൊയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലരുണ്ടെങ്കിൽ ചിലരുടെ പാട്ട് നോക്കി പോവുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇതേ കണക്ക് കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി പിന്നെയും അനുമോളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.